മലയാള സിനിമയിൽ ഒരു കാലത്ത് നായികമാർ പലപ്പോഴും നായകന്റെ പ്രണയിനിയായോ കുടുംബിനിയായോ സഹനശീലയായ സ്ത്രീയായോ മാത്രം ഒതുങ്ങിപ്പോയിരുന്നു. പക്ഷെ ആ കാലത്ത് ഒരു സ്ത്രീ വെള്ളിത്തിരയിലെത്തി. അവൾ കരഞ്ഞപ്പോൾ അത് വെറും നായികയുടെ കരച്ചിലായിരുന്നില്ല. അവൾ കോപിച്ചപ്പോൾ അത് വെറും കഥാപാത്രത്തിന്റെ ദേഷ്യമായിരുന്നില്ല. അവൾ പ്രണയിച്ചപ്പോൾ അതിൽ ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യബോധമുണ്ടായിരുന്നു. അവൾ തകർന്നപ്പോൾ പോലും അതിലൊരു പ്രത്യേക കരുത്തുണ്ടായിരുന്നു. ആ നടിയായിരുന്നു സീമ. ഗ്രൂപ്പ് ഡാൻസറായി സിനിമയിലെത്തിയ ഒരു പെൺകുട്ടി പിന്നീട് മലയാള സിനിമയിലെ ഏറ്റവും തിരക്കേറിയ നായികമാരിൽ ഒരാളായി മാറുന്നു. അതും സാധാരണ നായികയായിട്ടല്ല, ജയനോടൊപ്പം തുല്യമായ ശക്തിയോടെ നിൽക്കുന്ന നായിക, മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ പോലും ചോദ്യം ചെയ്യുന്ന നായിക, സമൂഹത്തിന്റെ കപട സദാചാരങ്ങളെ ചോദ്യം ചെയ്യുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ, അങ്ങനെ മലയാള സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഒരു പുതിയ മുഖമായി സീമ മാറുകയായിരുന്നു. എന്നാൽ സീമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്തായിരുന്നു? സിനിമയിൽ അവൾ അവതരിപ്പിച്ച ശക്തമായ സ്ത്രീകളുടെ പിന്നിൽ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ അതിജീവിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ സിനിമയുടെ പിന്നണിയിൽ നൃത്തം ചെയ്തിരുന്ന ആ പെൺകുട്ടി പിന്നീട് മലയാള സിനിമയിലെ ഒരു മഹാനായ സംവിധായകന്റെ ജീവിത പങ്കാളിയായി. ആ സംവിധായകൻ മറ്റാരുമല്ല, IV ശശി. എങ്ങനെയാണ് ശാന്തകുമാരി എന്ന പെൺകുട്ടി സീമയായി മാറിയത്? എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഡാൻസർ മലയാള സിനിമയിലെ സൂപ്പർ നായികയായി വളർന്നത്? എന്തുകൊണ്ടാണ് അവളുടെ രാവുകൾ മലയാള സിനിമയിൽ ഇത്ര വലിയ വഴിത്തിരിവായത്? ഇന്ന് നമുക്ക് ആ കഥയിലേക്ക് പോകാം. ബാല്യത്തിൽ തന്നെ ജീവിതത്തിന്റെ ഒരു പരീക്ഷണമുണ്ടായിരുന്നു അവളുടെ ജീവിതത്തിൽ. 1957 മെയ് 22 ചെന്നൈയിലെ പുരസവാക്കം, അവിടെയാണ് ശാന്തകുമാരി എന്ന പെൺകുട്ടി ജനിക്കുന്നത്. തലശ്ശേരി സ്വദേശിയായ മാധവൻ നമ്പ്യാരുടെയും തൃപ്പൂണിത്തുറ സ്വദേശിയായ വാസന്തിയുടെയും മകൾ. പക്ഷെ ബാല്യം അധികം സുഖകരമായിരുന്നില്ല. സീമയ്ക്ക് വെറും 7 വയസ്സുള്ളപ്പോഴാണ് മാതാപിതാക്കൾ വേർപിരിയുന്നത്. അതിനുശേഷം അമ്മയോടൊപ്പമായിരുന്നു ജീവിതം. ചെന്നൈയിലെ ചൂളൈമേട്ടിലാണ് സീമ വളർന്നത്. PN ധവാൻ ആദർശ് വിദ്യാലയത്തിലായിരുന്നു വിദ്യാഭ്യാസം. പക്ഷെ പഠനത്തെക്കാൾ മറ്റൊന്നായിരുന്നു ആ പെൺകുട്ടിയുടെ മനസ്സിൽ: നൃത്തം. ചെറുപ്പത്തിലെ നൃത്തം പഠിച്ചു. നൃത്തത്തിലെ കഴിവാണ് പിന്നീട് അവളെ സിനിമയുടെ വാതിലിലേക്ക് എത്തിച്ചത്. എന്നാൽ അവൾ സിനിമയിലെത്തിയത് നായികയായിട്ടല്ല, ഗ്രൂപ്പ് ഡാൻസറിൽ നിന്ന് സിനിമയുടെ ലോകത്തേക്കാണ് അവൾ വന്നത്. ഏകദേശം 14-ാം വയസ്സിൽ തന്നെ സീമ സിനിമയിൽ ഗ്രൂപ്പ് ഡാൻസറായി ജോലി ചെയ്യാൻ തുടങ്ങി. ഇന്ന് നമ്മൾ വലിയ താരമായി കാണുന്ന സീമ ഒരിക്കൽ സിനിമയിലെ ഒരു ഗാനരംഗത്ത് പിന്നിൽ നൃത്തം ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവിടെ നിന്നാണ് സിനിമയുടെ സാങ്കേതിക ലോകത്തെ അടുത്തറിയുന്നത്. പിന്നീട് അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറായും പ്രവർത്തിച്ചു. അത് അവളുടെ ജീവിതത്തിലെ നിർണായകമായ പരിശീലന കാലമായിരുന്നു. കാരണം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതിന് മുമ്പ് ക്യാമറയ്ക്ക് പിന്നിലെ സിനിമയെ അവൾ കണ്ടുപഠിക്കുകയായിരുന്നു. പക്ഷേ വിധി അവൾക്കായി മറ്റൊരു വേഷം കരുതി വെച്ചിരുന്നു: നായികയുടെ വേഷം. നിഴലേ നീ സാക്ഷി എന്ന സിനിമയിൽ നായികയാകാനുള്ള അവസരം സീമയ്ക്ക് ലഭിക്കുന്നു. ഇതായിരുന്നു ഏറ്റവും വലിയ സ്വപ്നം. ഒരു ഗ്രൂപ്പ് ഡാൻസർ ഇപ്പോൾ നായികയായി മാറിയിരിക്കുന്നു. പക്ഷെ സിനിമയുടെ ജീവിതം പോലെ തന്നെ സിനിമയുടെ പിന്നിലെ ജീവിതവും പ്രവചനാതീതമാണ്. ചിത്രം പാതി വഴിയിൽ മുടങ്ങിപ്പോയി. പിന്നീട് മറ്റൊരു നായികയെ ഉപയോഗിച്ച് അവർ ആ ചിത്രം പൂർത്തിയാക്കുകയായിരുന്നു. ഒരു നിമിഷം സിനിമയിൽ നായികയായിട്ടുള്ള അവസരം കൈവിട്ടു പോയതുപോലെ തോന്നി. പക്ഷെ അതായിരുന്നു യഥാർത്ഥ തുടക്കത്തിന് മുമ്പുള്ള ഒരു പരീക്ഷണം. ഈ സിനിമയുടെ ചിത്രീകരണത്തിനിടെയാണ് ശാന്തകുമാരിക്ക് മറ്റൊരു സമ്മാനം ലഭിക്കുന്നത്: ഒരു പുതിയ പേര്, സീമ. പ്രശസ്ത നടനായ വിജയനാണ് ശാന്തകുമാരിക്ക് ആ പേര് നൽകിയതെന്നാണ് പറയപ്പെടുന്നത്. അന്ന് ആരും അറിഞ്ഞിരുന്നില്ല ഈ പേരൊരിക്കൽ മലയാള സിനിമയിലെ ഏറ്റവും ശക്തമായ നായികമാരിൽ ഒരാളുടെ പേരായി മാറുമെന്ന്. IV ശശി സംവിധാനം ചെയ്ത അവളുടെ രാവുകൾ, ഇതാണ് സീമയുടെ യഥാർത്ഥ സിനിമാ ജനനം. അവൾ അവതരിപ്പിച്ചത് രാജി, ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വേശ്യാവൃത്തിയിലേക്ക് എത്തിപ്പെടേണ്ടി വന്ന ഒരു പെൺകുട്ടി. ഇവിടെ ഒരു കാര്യം ഓർക്കണം, അത് ഇന്നത്തെ കാലമല്ല, 1970-കളുടെ അവസാന കാലം. സ്ത്രീയുടെ ലൈംഗികതയും ശരീരവും തുറന്ന് സംസാരിക്കാൻ പോലും സമൂഹം തയ്യാറാകാത്ത കാലം. അങ്ങനെ ഒരു കാലത്ത് ഒരു സ്ത്രീയുടെ ജീവിതത്തെ കേന്ദ്ര കഥാപാത്രമാക്കി സിനിമ ചെയ്യുക തന്നെ വലിയ ധൈര്യമായിരുന്നു. അതിനിടയിലാണ് സീമ രാജിയായി എത്തുന്നത്. രാജി ഒരു മോശം സ്ത്രീയല്ല, ജീവിതം അവളെ ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടതാണ്. സമൂഹം അവളെ ഒറ്റപ്പെടുത്തുന്നു. പക്ഷെ ഒരു കോളേജ് വിദ്യാർത്ഥി അവളിൽ ഒരു മനുഷ്യ സ്ത്രീയെ കാണുന്നു. അവളെ വീണ്ടും സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇവിടെ സീമയുടെ പ്രകടനമാണ് ചിത്രത്തിന്റെ ആത്മാവ്. അവളുടെ കണ്ണിലെ വേദന, അവളുടെ നിശബ്ദത, അവളുടെ പ്രതീക്ഷ, അവളുടെ നിസ്സഹായത, ഇവയെല്ലാം ചേർന്ന് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ നായികയെ സമ്മാനിച്ചു: സീമ.
അവളുടെ രാവുകൾ വലിയ വിജയമായി. സീമയുടെ കരിയറിന് അതോടെ പുതിയ വാതിൽ തുറന്നു. പക്ഷെ അതിനേക്കാൾ വലിയൊരു മാറ്റം ആ സിനിമയുടെ സെറ്റിൽ സംഭവിച്ചിരുന്നു. അവിടെ അവൾ പരിചയപ്പെട്ടത് മലയാള സിനിമയുടെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സംവിധായകനെയാണ്, IV ശശി. സിനിമയിലെ കൂട്ടുകെട്ട് ജീവിതത്തിലേക്കും പടർന്നു. IV ശശിയും സീമയും തമ്മിലുള്ള ബന്ധം ആദ്യ സിനിമയിലായിരുന്നു, സംവിധായകനും നായികയും. പക്ഷെ പിന്നീട് ആ ബന്ധം മറ്റൊരു തലത്തിലേക്ക് മാറി. സിനിമയിൽ ഇരുവരുടെയും കൂട്ടുകെട്ട് വളർന്നു. ഒരു സിനിമ, 2 സിനിമ, പിന്നെ തുടർച്ചയായി നിരവധി സിനിമകൾ. ഇരുവരും ചേർന്ന് 30-ലധികം ചിത്രങ്ങളിൽ പ്രവർത്തിച്ചു. IV ശശിയുടെ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രത്യേക ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തിക്ക് സീമയുടെ അഭിനയ ശൈലി ഏറ്റവും അനുയോജ്യമായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേക കൂട്ടുകെട്ടുകൾ രൂപപ്പെട്ടു. സംവിധായകൻ IV ശശി, നായിക സീമ. പക്ഷെ ക്യാമറയ്ക്ക് പുറത്തും ഇവരുടെ കഥ മുന്നോട്ട് പോവുകയായിരുന്നു. പ്രണയം. ഒടുവിൽ 1980 ഓഗസ്റ്റ് 28 IV ശശിയും സീമയും വിവാഹിതരായി. സിനിമയിലെ കൂട്ടുകെട്ട് ജീവിതത്തിലെ കൂട്ടുകെട്ടായി മാറി. മലയാള സിനിമയിൽ ജയൻ എന്ന പേര് ഒരു കൊടുങ്കാറ്റ് പോലെ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടം. ആ കാലത്തെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാൾ. അങ്ങനെ ഒരു ജയന്റെ നായികയായി സീമ എത്തിയ ചിത്രമാണ് അങ്ങാടി. കോഴിക്കോട്ടെ വലിയങ്ങാടിയിലെ ചുമട്ടു തൊഴിലാളികളുടെ ജീവിതവും ചൂഷണവും പറയുന്ന സിനിമ. ജയൻ അവതരിപ്പിച്ചത് ബാബു എന്ന തൊഴിലാളി നേതാവിനെ. പക്ഷേ ഈ സിനിമയിൽ നായിക വെറും പ്രണയിനിയല്ല. സീമ അവതരിപ്പിച്ച സിന്ധു വിദ്യാസമ്പന്നയാണ്. അവൾക്ക് വ്യക്തിത്വമുണ്ട്, അഹങ്കാരമുണ്ട്, വേദനയുണ്ട്, ജീവിതത്തോട് പോരാടാനുള്ള മനസ്സുണ്ട്. അതാണ് സീമയുടെ നായികമാരുടെ പ്രത്യേകത. അവർ നായകന്റെ നിഴലിൽ നിൽക്കില്ല. അവർ നായകനോട് സംസാരിക്കും, ചിലപ്പോൾ എതിർക്കും, ചിലപ്പോൾ ചോദ്യം ചെയ്യും, ചിലപ്പോൾ ജീവിതത്തിന്റെ കഠിനമായ തീരുമാനങ്ങൾ എടുക്കും. അതാണ് സീമയെ മറ്റുള്ള നായികമാരിൽ നിന്ന് വ്യത്യസ്തയാക്കിയത്. ജയന്റെ മരണം സീമയുടെ കരിയറിലെ ഒരു വേദനാജനകമായ കാലമായിരുന്നു. സീമയുടെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ കാലഘട്ടങ്ങളിൽ ഒന്നായിരുന്നു ജയനോടൊപ്പമുള്ള സിനിമകൾ. എന്നാൽ 1980 സംഭവിച്ച ഒരു ദുരന്തം മലയാള സിനിമയെ നടുക്കി. ജയന്റെ അകാല മരണം. വെറും 41-ാം വയസ്സിൽ മലയാള സിനിമയിലെ ലക്ഷണമൊത്ത ആക്ഷൻ താരത്തെ നമുക്ക് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിച്ച സീമയ്ക്കും അത് വലിയ നഷ്ടമായിരുന്നു. പക്ഷേ സിനിമ നിന്നില്ല, സീമയും നിർത്തിയില്ല. അവൾ കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങളിലേക്ക് നീങ്ങി. IV ശശി സംവിധാനം ചെയ്ത ആൾക്കൂട്ടത്തിൽ തനിയെ മമ്മൂട്ടിയും സീമയും അഭിനയിച്ച സിനിമ. പക്ഷേ ഇതൊരു സാധാരണ പ്രണയകഥയല്ലായിരുന്നു. കുടുംബ ബന്ധങ്ങളിലെ സ്വാർത്ഥതയും പണത്തോടുള്ള ആർത്തിയും മനുഷ്യബന്ധങ്ങളെ എങ്ങനെ തകർക്കുന്നു എന്നതാണ് സിനിമ പരിശോധിച്ചത്. സീമ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര് അമ്മിണി. മരണക്കിടക്കയിലായ അമ്മാവനെ ശുശ്രൂഷിക്കാൻ എത്തുന്ന സ്ത്രീ. അവളുടെ ജീവിതത്തിൽ പ്രണയമുണ്ട്, പക്ഷെ ആ പ്രണയത്തിന് പണത്തിന്റെ വിലയുണ്ട്. കാമുകനായ രാജൻ, മമ്മൂട്ടിയുടെ കഥാപാത്രം, പണത്തിന് വേണ്ടി മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. പക്ഷെ അമ്മിണി തകർന്നു പോകുന്നില്ല. അവൾ പ്രതിസന്ധികളെ നേരിടുന്നു. ഇവിടെയാണ് സീമയുടെ അഭിനയത്തിന്റെ മറ്റൊരു മുഖം കാണുന്നത്. വലിയ ഡയലോഗുകളില്ലാതെ, ചിലപ്പോൾ ഒരു നോട്ടത്തിലൂടെ, ഒരു നിശബ്ദതയിലൂടെ, ഒരു കണ്ണുനീരിലൂടെ ഒരു സ്ത്രീയുടെ മുഴുവൻ ജീവിതവും പ്രേക്ഷകന്റെ മുന്നിൽ എത്തിക്കാൻ സീമയ്ക്ക് കഴിഞ്ഞു. ഈ അഭിനയത്തിന് സീമയ്ക്ക് സംസ്ഥാന തലത്തിൽ മികച്ച നടിക്കുള്ള അംഗീകാരം ലഭിച്ചു. വീണ്ടും സീമ, വീണ്ടും ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രം, അനുബന്ധം, ഭർത്താവിന് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ, ഒരു കുട്ടിയുടെ അമ്മ, സ്കൂൾ അധ്യാപിക, പേര് സുനന്ദ. വിധവയായ ഒരു സ്ത്രീ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന് സമൂഹം തന്നെ തീരുമാനിക്കുന്ന കാലം. സുനന്ദയ്ക്ക് മുന്നിലുള്ള പലവിധ പ്രതിസന്ധികളാണ്. സമൂഹത്തിന്റെ കപട സദാചാരം, സ്ത്രീയോട് മാത്രം ആവശ്യപ്പെടുന്ന ത്യാഗം, ഒരു അമ്മയുടെ ഉത്തരവാദിത്തം, സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പോരാട്ടം, ഇതെല്ലാം സീമ തന്റെ അഭിനയത്തിലൂടെ അവതരിപ്പിച്ചു. ഇതോടെ സീമയുടെ അഭിനയത്തിന് വീണ്ടും സംസ്ഥാന പുരസ്കാരത്തിന്റെ അംഗീകാരം ലഭിച്ചു. തുടർച്ചയായ വർഷങ്ങളിൽ ശക്തമായ കഥാപാത്രങ്ങളിലൂടെ അംഗീകാരം നേടുക എന്നത് ഒരു നടിക്ക് വലിയ നേട്ടമായിരുന്നു. എന്തുകൊണ്ടാണ് സീമയുടെ നായികമാർ വ്യത്യസ്തരായത്? ഇവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കാം. എന്തുകൊണ്ട് സീമ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു? അവർ സുന്ദരിയായത് കൊണ്ട് മാത്രമാണോ? അല്ല. അവർ അഭിനയിച്ച ധാരാളം സിനിമകളിൽ അഭിനയിച്ചത് കൊണ്ട് മാത്രമാണോ? അല്ല. സീമയുടെ പ്രത്യേകത അവരുടെ കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നു എന്നതാണ്. സിനിമയിൽ സീമ അവതരിപ്പിച്ച സ്ത്രീകൾക്ക് സ്വന്തം അഭിപ്രായമുണ്ടായിരുന്നു. അവർക്ക് സ്വന്തം ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു. അവർ തെറ്റുകൾ ചെയ്യുമായിരുന്നു. അവർ ചിലപ്പോൾ ദേഷ്യപ്പെടുമായിരുന്നു, പ്രണയിക്കുമായിരുന്നു, പരാജയപ്പെടുമായിരുന്നു. പക്ഷെ അവർ ഒരിക്കലും അലങ്കാര കഥാപാത്രങ്ങളായിരുന്നില്ല. അതാണ് സീമയെ മലയാള സിനിമയിലെ ശക്തമായ നായികമാരുടെ നിരയിലെത്തിച്ചത്. സിനിമയിൽ സീമയ്ക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കൂട്ടുകെട്ട് IV ശശിയോടൊപ്പമായിരുന്നു. പക്ഷെ അത് സിനിമയിൽ മാത്രം ഒതുങ്ങിയില്ല. 80-ൽ വിവാഹിതരായ അവർ ദീർഘമായ ദാമ്പത്യ ജീവിതം നയിച്ചു. അവർക്ക് 2 മക്കൾ. അനുമിലൻ നടിയായി പ്രവർത്തിക്കുന്നു. അനി ശശി സംവിധായകനാണ്. അങ്ങനെ സിനിമ അവരുടെ കുടുംബ ജീവിതത്തിന്റെ ഭാഗമായി തന്നെ തുടർന്നു. IV ശശിയുടെ സിനിമാ യാത്രയിലെ ഉയർച്ചകളും മാറ്റങ്ങളും, കുടുംബ ജീവിതത്തിലെ സന്തോഷങ്ങളും പ്രതിസന്ധികളും എല്ലാം സീമ അതിനോടെല്ലാം ഒപ്പം ഉണ്ടായിരുന്നു. 2017 ഒക്ടോബറിൽ IV ശശി അന്തരിച്ചു. 37 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം ഒരു സംവിധായകനെ നഷ്ടപ്പെട്ടതിലുപരി സീമയ്ക്ക് യഥാർത്ഥത്തിൽ വ്യക്തിപരമായ നഷ്ടം
അവളുടെ ഒരു കൂട്ടാളിയാണ് നഷ്ടപ്പെട്ടത്. സിനിമയിൽ നിന്ന് പതുക്കെ അകന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഒരു കാലത്ത് വർഷത്തിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ചിരുന്ന സീമ പതുക്കെ സിനിമയിൽ നിന്ന് മാറി നിന്ന് തുടങ്ങി. പക്ഷെ അതിനെ ഒരു അവസാനം എന്ന് വിളിക്കാനാകില്ല. കാരണം സീമയുടെ കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ഇതിനകം തന്നെ സ്വന്തം സ്ഥാനം നേടിയിരുന്നു. സിനിമയിൽ പല നായികമാരും വരും. ചിലർ കുറച്ചു കാലം മാത്രം തിളങ്ങും, ചിലർ പതിറ്റാണ്ടുകൾ കഴിഞ്ഞും ഓർമ്മിക്കപ്പെടും. കാരണം സീമ അവതരിപ്പിച്ച സ്ത്രീകൾ വെറും കഥാപാത്രങ്ങളായിരുന്നില്ല. അവർക്ക് ജീവിതമുണ്ടായിരുന്നു, മുറിവുകൾ ഉണ്ടായിരുന്നു, സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. അവർ പ്രതിഷേധിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവളുടെ രാവുകളിലെ രാജിയെക്കുറിച്ച് പറയുമ്പോൾ സീമയെ ഓർക്കും. അങ്ങാടിയിലെ സിന്ധുവിനെ കുറിച്ച് പറയുമ്പോഴും സീമയെ ഓർക്കും. ആൾക്കൂട്ടത്തിൽ തനിയയിലെ അമ്മിണിയെ ഓർക്കുമ്പോൾ സീമയെയും ഓർക്കും. അനുബന്ധത്തിലെ സുനന്ദയെ ഓർക്കുമ്പോൾ സീമയെ ഓർക്കുന്നത് ഒരു കാലഘട്ടത്തിന്റെ മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയ നടിമാരിൽ ഒരാളായിരുന്നു സീമ. ഗ്രൂപ്പ് ഡാൻസറായി തുടങ്ങിയ യാത്ര മലയാള സിനിമയിലെ കരുത്തുറ്റ നായികയായി മാറിയ യാത്ര ഇന്നും അവസാനിച്ചിട്ടില്ല. കാരണം ചില താരങ്ങൾ തിരശീലയിൽ നിന്ന് അപ്രത്യക്ഷരാകും. പക്ഷേ ചില താരങ്ങൾ തിരശീലയിൽ നിന്ന് ഇറങ്ങിയാലും പ്രേക്ഷകരുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകില്ല. സീമ അത്തരമൊരു താരമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ സ്വന്തം കയ്യൊപ്പിട്ട ഒരു നായിക, അതാണ് സീമ. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു രസകരമായ എപ്പിസോഡ് ഇനിയും കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.